പിന്നെ അവിടെ NMR ബിരിയാണി ഉണ്ട്, റാവുത്തൂർ ബിരിയാണി സൂപ്പർ. പിന്നെ മസാല സോഡ ഉണ്ട്. അവിടെ അച്ചാറ് കിട്ടും. അച്ചാറ് സോഫ്റ്റ് പൂ പോലെ ഇരിക്കും ഇഡലി. നമ്മൾ കണ്ടിങ്ങനെ ഗുഡ് മോർണിംഗ് ചുണ്ടുമൊയിലെ, വേഗം എഴുന്നേക്ക്. ഈ കിളിയുടെ ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ചെലച്ച് പാട്ടി. മോനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളൊരു സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങുവാടാ. അത് എങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ് പറഞ്ഞുതരാം. നിക്ക് എടാ മോനെ, അപ്പൊ പോവാൻ ഇറങ്ങുന്നതിന് മുമ്പേ ആദ്യം എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. കഴിക്കുന്ന സ്ഥലം എവിടാന്ന് കാണിച്ചു തരാം. ഇതാണ് ശ്രീ ബാലാജി ഇഡ്ഡലി ഹോട്ടൽ കേട്ടോ. ഇവിടെ ഇഡ്ഡലി ആണ് ഇവിടുത്തെ ഫേമസ്. ഹരി വരും. മോനെ, അപ്പൊ ഇത്ര നല്ല ടേസ്റ്റോടെ ഇഡ്ഡലി വേറെ എവിടെയും കിട്ടത്തില്ലടാ. ഭയങ്കര സോഫ്റ്റാ, പൂ പോലെ ഇരിക്കും ഇഡ്ഡലി. നമ്മൾ കണ്ടിങ്ങനെ വായിൽ വെച്ച അങ്ങ് ഇറങ്ങി പൊക്കോളും. ഇത് ലൊക്കേഷൻ ഇത് ഏതായിരുന്നു? ഭദ്രഹള്ളി മെട്രോ സ്റ്റേഷൻ്റെ അടുത്തല്ലേ? ഭദ്രഹള്ളി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പില്ലർ നമ്പർ 270 അടുത്തുള്ള കടയാടാ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാട്ടിലോട്ടോ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോവുക, കനക്പുര വഴിയാ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോടാ. ഇവിടുത്തെ കൊച്ചു കടയാ, പക്ഷേ ഇവിടെ ആഹാരമൊക്കെ നല്ലതാടാ. ഇഡ്ഡലി ഇവരുടെ ഭയങ്കര സോഫ്റ്റാ. ഇത്ര നല്ല ഇഡ്ഡലി ബാംഗ്ലൂരിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഫാമിലീസൊക്കെയാണ് മിക്കതും വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ 11:30 വരെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഒരു 8:30-9 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാമ്പാർ കിട്ടത്തില്ല. സാമ്പാർ തീരും. പിന്നെ പയ്യെ 9:30 ആകുമ്പോൾ പിന്നെ പയ്യെ ചമ്മന്തി തീരും. പിന്നെ ഇവർ ഒന്നും കൂടെ ചമ്മന്തി അരയ്ക്കും. പിന്നെ 10-10:30 ആകുമ്പോൾ ഇഡ്ഡലിയും തീരും. അപ്പം ഇവർ 6:30 ആകുമ്പോൾ തുടങ്ങും. സൂപ്പറാടാ മോനെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേടാ. ശരിടാ മോനെ, അപ്പോൾ ശരി. 3 ലിറ്ററിൽ 30 കിലോമീറ്റർ പോവാം. മാറ്റി ടയറാക്കി. ഇനി പറഞ്ഞുതരാം മോനെ, ഞാൻ എവിടെ പോകാന്ന് പറഞ്ഞ് രാവിലെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയതെന്ന്. അപ്പൊ എവിടാ പോകുന്നതെന്ന് വെച്ചാല് ചേട്ടാ ബാക്കി പറ. എടാ മോനെ, എനിക്ക് ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഒരു സ്റ്റക്ക് ഉണ്ട് മോനെ. ഞാൻ പറഞ്ഞു തരുന്നതിന് പിന്നെ റിപ്പീറ്റ് അടിക്കണം. ഞാൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഒരു മിനിറ്റ്. ചേട്ടാ പറഞ്ഞോ, നമ്മളപ്പോ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊന്ന് പറഞ്ഞു കേട്ടാ. നമുക്കിപ്പോ 3-4 ദിവസത്തിന് അവധിയില്ലേ? അതെ, നമുക്ക് 3 ദിവസം അവധിയുണ്ട്. സാറ്റർഡേ സൺഡേ പിന്നെ ഇതിന്റെ അവധി. ഓക്കെ. ഇനി ഇപ്പം നമ്മള് മൈസൂരിലോ ഊട്ടിയിലോ പോയാൽ നല്ല ചെലവാ. അതെ, അവിടെ ഹോട്ടൽ എടുക്കണം, ഒരു വെറൈറ്റി വേണ്ടേ? ഏതായാലും നാട്ടിൽ വരെ പോണം. നമ്മളെ കോട്ടയത്താ താമസിക്കുന്നേ. നാട്ടിൽ വരെ പോണെങ്കിൽ 10, 12, 16 മണിക്കൂർ പോകണം. പക്ഷെ അതിനെക്കാട്ടിലും ഈസി ആയിട്ട് അതിലത് നല്ല രസമുള്ള സ്ഥലമാണ് പാലക്കാട്. പല പേർക്കും അതിനെപ്പറ്റി ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പാലക്കാടിൽ 3-4 സ്ഥലങ്ങളുണ്ട്. ധോണി ഫോറസ്റ്റ് ഉണ്ട്, അവിടെ പോയി വാട്ടർഫോൾ കാണാം. ഫസ്റ്റ് ധോണി ഫോറസ്റ്റ്. ആദ്യം നമ്മളപ്പോ പാലക്കാട് പോകും, അത് കഴിഞ്ഞ് അവിടെ ധോണി ഫോറസ്റ്റ് കയറും. പക്ഷെ അവിടെ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. പിന്നെ നമുക്ക് നെല്ലിയാമ്പതി ഹിൽസ്, അടിപൊളി സ്ഥലം. അവിടെ പല മൂവീസിന്റെ ഷൂട്ടിംഗ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആണ് ഡാം. അവിടെ നല്ല അടിപൊളി. അവിടെയാണ് ആട് 3-യുടെ ഷൂട്ടിംഗ്. ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോ ചേട്ടൻ അവിടെ ആട് 3-യുടെ ഷൂട്ടിംഗും കണ്ടായിരുന്നു. അവിടെ ആയിരുന്നു അതിന്റെ ആ പാലമൊക്കെ പൊട്ടിച്ച സീനൊക്കെ അവന്മാരെടുത്തത് അവിടെ ആയിരുന്നു. പിന്നെ അവിടെ ഫുഡിന്റെ വെറൈറ്റിയും സൂപ്പർ ആണ്. അവിടെ ഒരു ഫുഡ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇവര് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കഴിച്ചു ഇഡ്ഡലിയും മട്ടനും. ഇഡ്ഡലി മട്ടൻ ഉണ്ട്. കൽപ്പാത്തി പോയി കഴിഞ്ഞാൽ നല്ല സ്നാക്സ് കഴിക്കാം. പിന്നെ അവിടെ NMR ബിരിയാണി ഉണ്ട്, റാവുത്തൂർ ബിരിയാണി സൂപ്പർ. പിന്നെ മസാല സോഡ ഉണ്ട്. അവിടെ അച്ചാറ് കിട്ടും. അച്ചാറ് മേടിക്കാം. പിന്നെ മസാല സോഡ ഉണ്ട് അവിടെ, മദർലൻഡ് മസാല സോഡ. ഓക്കെ. അപ്പൊ ഒരു ട്രിപ്പ് ഒരു 3-4 ദിവസം അവധി ഉണ്ടെങ്കിൽ സൂപ്പർ ട്രിപ്പാണ്. അപ്പൊ അതാണ്, നമുക്ക് 6-7 മണിക്കൂറിൽ പോകാൻ പറ്റും. അപ്പൊ പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൈസൂര്, ഊട്ടി ഒക്കെ പോയി മടുത്തെങ്കിൽ പാലക്കാട് ഒരു സത്യം പറഞ്ഞ അണ്ടർ റേറ്റഡ് സംഭവമാണ് മോനെ. നാട് വരെ പോകാനുള്ള സമയമില്ല, വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അവധിയും കൂടെ ഉള്ളെങ്കിൽ നാട്ടിൽ പോകുന്നതിന് പകരം പാലക്കാടും കൂടെ പോകാം. അപ്പോൾ പിന്നെ പാലക്കാട് പോയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നാളെ കാണിച്ചു തരാം. അപ്പോൾ ശരി, നാളെ കാണാം. ചാ.